അങ്ങനെ ഗായ്സ് ഇന്ന് ചീക്കുവിന്റെ 10ാമത്തെ ബർത്ത്ഡേ ആണ് ലവ്രിയ. അങ്ങനെ 9 ഒരു ഡിജിറ്റ് 2 ഡിജിറ്റായി 2 ഡിജിറ്റ് അല്ലേ ചീക്കോ? അത് നമ്മൾ അടിച്ചു പിടിക്കല്ലേ? ക്ഷീണം 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 ക്ഷീണം. വേറെ കേക്ക് അറേഞ്ച് ചെയ്യാം. കമോൺ ഫാസ്റ്റ് പ്രൊജുല ഇപ്പൊ കേക്ക് വാങ്ങാൻ പോകുന്നിരിക്കും. ഇതിലെങ്ങനെ ഇതാരെങ്കിലും പറഞ്ഞു ഗായ്സ്. അങ്ങനെ ഞങ്ങളെ ഫോട്ടോ കിട്ടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നാളെ ചീക്കുവിന്റെ ബർത്ത്ഡേ ആണ്. ചീക്കുവിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഒരുപാട് സാധനം വാങ്ങുന്നുണ്ട് ചീക്കുവിന്റെ ലിസ്റ്റ് തന്നെ സർപ്രൈസ് ലിസ്റ്റ് അല്ലേ? കേക്ക് വാങ്ങണം എന്താന്ന് വെച്ചപ്പോ ഒരു കേക്കിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബബ്ലി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണുള്ള സർപ്രൈസ്. പിന്നെ അവർക്ക് കുറച്ച് കുഞ്ഞു ഗിഫ്റ്റ് സർപ്രൈസ് എന്തിന് സർപ്രൈസ് വേണം നമുക്ക്? കാരണം സർപ്രൈസ് പ്രിയ അല്ലേ? പ്രിയ അന്ന് പ്രിയന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ അവളെ കൂട്ടി പോയതിനെ കൊണ്ട് ചീക്കുനെ കൂട്ടുന്നില്ല. ഞങ്ങൾ രണ്ടാളും പോവാണ്. അവളെ അകത്തിരുന്നിട്ട് കളിച്ചോ. ഗൈസ്, അങ്ങനെ നമ്മൾ സാധനം വായിക്കാൻ വേണ്ടിയിട്ട് ഒരു അക്ഷര അവിടെയുള്ളത് സ്റ്റേഷനറി ഐറ്റംസ്, ബുക്സ്, കാര്യങ്ങളൊക്കെ ഉള്ള. ഇവിടുന്ന് കുറേ കളർ പെൻസില് സാധനങ്ങളൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചതുകൊണ്ട് പിന്നെ ഒക്കെ ഇഷ്ടമുള്ള കുറേ പെൻസിലും സാധനങ്ങളും എനിക്കറിയാം. എൻ്റെ കൂടെ വരുമ്പോൾ തപ്പുന്നത്. പിന്നെ ബലൂൺ ഷേക്കൂന് ഭയങ്കര ഇഷ്ടം, അതും ഇവിടെ ഉണ്ട്. കളർ ടൈപ്പ് അതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കണം. പ്രിയ എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന്. സത്യം പറഞ്ഞാൽ ചീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഇതൊക്കെ എല്ലാം വാരി പിടിച്ചെടുക്കും. പക്ഷെ അതെ ഇപ്രാവശ്യം സ്റ്റഡീസിന് പറ്റിയ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റോറിലേക്ക് എത്തിയത്. അപ്പം കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പം അതിലേക്ക് സെർച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ക്രയോൺസ് തന്നെ പലതും, പല മോഡൽ ക്രയോൺസ്. ചീക്കുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം നോട്ട്സ്. ഇതിൽ ഓരോ നോളിങ്ങനെ എഴുതിയിട്ട് ആ നോട്ട് പാഡുകൾ ഇങ്ങനെ എഴുതിയിടും. ഭയങ്കര ഇഷ്ടം. ഇതെന്തായാലും വാങ്ങണം. അപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ മുകളിൽ കിട്ടിക്കേണ്ടിട്ടുണ്ട്. ഇന്ന് പാക്ക് ചെയ്യണം. എന്താ പറയുക, പാക്ക് ചെയ്തിട്ടോളൊക്കെ ഇന്ന് കാണിക്കൂല, നാളെ സർപ്രൈസ് ആയിട്ട് കാണിക്കണം. അറിയില്ല, ചിലപ്പോൾ രാത്രി എല്ലാം വിളിക്കുന്നതായിരിക്കും ഉണ്ടാവുക. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് സർപ്രൈസ് പോന്നോട്ടെ. ബലൂണുണ്ട്, കുറേ ഒരുപാട് കളറും സാധനങ്ങളും. ബാക്കിയെല്ലാം നിങ്ങളും പൊളിക്കുമ്പോൾ കണ്ടാൽ മതി അല്ലേ? ഇപ്പൊ ഒന്നും കാണിച്ചില്ല. എല്ലാ സർപ്രൈസും അവിടെ കാണിക്കുമ്പോൾ കണ്ടാൽ മതി. എന്നിറങ്ങാം. ഓക്കെ, നെക്സ്റ്റ് എങ്ങോട്ടാ? നെക്സ്റ്റ് MRI പോയിട്ട് കേക്കും ചോക്ലേറ്റും വാങ്ങണം. ഗൈസ്, അങ്ങനെ നെക്സ്റ്റ് നേരെ നമ്മളെ സ്വന്തം MRI മുട്ടായി വാങ്ങണം. പിന്നെ ഒരു കേക്ക് ഇവിടെ ഓർഡർ കൊടുക്കാണ്ട്. പ്രിയ ഓടി കയറുന്നുണ്ട്. ഇതിപ്പോ എനിക്കറിയാം പ്രിയക്കുള്ള മുട്ടായി ഇവിടെ നിന്ന് വാങ്ങിയ ചീക്കൊന്നുള്ളതായിരിക്കൂല. അങ്ങനെ അവിടെ ബോണ്ടി മുട്ടായും മാർക്സും പിന്നെ സ്നിക്കേഴ്സും കൂടി മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ. മതിയാ പ്രിയ? ചീക്കോന്റെ ഫേവറേറ്റ് ബബ്ലിന. പക്ഷെ ചീക്കോന് ഇഷ്ടമുള്ള ഗോൾഡൻ കളറിലൊരു ഉരുണ്ട മുട്ടായി ഉണ്ട്. അപ്പൊ ഈ ഒരു ഇപ്പൊ വീഡിയോ ഈ ടൈപ്പ് ചീക്കോന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ച് വാങ്ങിക്കാം. ഗൈസ്, നെക്സ്റ്റ് പ്രിയയുടെ സ്വന്തം കിറ്റ് കാറ്റ്. ഈ കിറ്റ്കാറ്റിന് വേറൊരു സ്പെഷ്യൽ ടേസ്റ്റ്. അപ്പൊ നമ്മള് സാധാ ഒരു കിറ്റ്കാറ്റിന്റെ ടേസ്റ്റിനേക്കാളും അടിപൊളി ടേസ്റ്റ്. അവർക്ക് ഇഷ്ടം, അവളെ കൂടെ എനിക്കും ഇഷ്ടമാണ്. മോളെ പേര് പറഞ്ഞിട്ട് അമ്മ മുട്ടായി പോക്കുന്ന രംഗം കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി പ്രിയന്റെ ഫേവറേറ്റ് എടുക്കാനുള്ള തിരക്കായിരിക്കും. കുടുങ്ങി. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള ഡയറി മിൽക്കിന്റെ ഡ്രൈ ഫ്രൂട്ട് ഉള്ള സാധനം മുട്ടായി. എന്നിട്ട് ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട് ആക്കി പേര് കണ്ടല്ലോ. ഞാൻ അന്ന് കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചത്. അല്ലല്ല, ഞാൻ തന്നെ വാങ്ങിച്ചത്. ഡ്രൈ ഞാൻ കാണിച്ചതാ ഫോട്ടോ. അതെവിടെ റോസ്റ്റഡ് ആൽമണ്ട് ഇവിടെ ഉണ്ടാവുമല്ലോ. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സോ അല്ലെങ്കിൽ റോസ്റ്റഡ് ആൽമണ്ട്, അതാണ് അല്ലേ? റെഡിയല്ല? ശ്രീകുട്ടിൻ്റെ ഏറ്റവും ഫേവറേറ്റ് മുട്ടായാണിത്. ഇതും രണ്ടും സ്റ്റോൺ മുട്ടായും അല്ലേ? സ്റ്റോൺ എന്താണ് ചോക്ലേറ്റ് സെൻട്രൽ വരുന്നത്, അതും പിന്നെ ജെല്ലി. പക്ഷെ നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചേ വാങ്ങിച്ചു കൊടുക്കൂല്ലേ, അധികം ഞാൻ വാങ്ങിച്ചു കൊടുക്കും, കുറച്ച് വാങ്ങിച്ചു കൊടുക്കും. അതെ കല്ല് പോലെ ഉണ്ടാകും. എന്നൊരെണ്ണം എടുത്തോ. ഓക്കെ, രണ്ടെണ്ണം എടുത്തോ.
അങ്ങനെ ചോക്ലേറ്റ്സ് കഴിഞ്ഞ് ഇനി കേക്കിലോട്ടോ അല്ലേ? ഏത് കേക്കാ? അവളെ ഫേവറേറ്റ് ബബ്ലി. അവൾക്ക് സർപ്രൈസ് ആയിട്ട് ബബ്ലി വേണമെന്നല്ലേ പറഞ്ഞാൽ ഇവിടെ ആൽമണ്ടിന്റെ ബിസ്ക്കറ്റാണ്, ഇത് വേണം. അങ്ങനെ കേക്കും കിട്ടിയില്ല? കേക്ക് കിട്ടിയില്ല? ഓക്കെ ബാ കേട്ടോ. പ്രിയ, വാട്ട്സ് നെക്സ്റ്റ്? ഇന്നെന്താ? ബിരിയാണി പീടിയ. ഫ്രൈഡ് റൈസ് വേണോ? അത് കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള ഫുഡ് പോയിട്ട് അവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓർഡർ കൊടുക്കണ്ടേ? അങ്ങനെ ഇതാ നമ്മൾ വടകര പെരോട്ടന്തായുള്ള ബിരിയാണി പീടിയിലെത്തി. നാളത്തെ ബിരിയാണി ഐറ്റംസും നമ്മളിവിടെയാണ് ഓർഡർ കൊടുക്കുന്നത് ഗൈസ്. പ്രിയ ഇവിടെ ഇരുന്ന് നല്ല സുഖമായിട്ട് തണുത്ത് AC ഒക്കെ ഇട്ടിരിക്കുക. ഓ ഒക്കെ ഒരു ഫ്രൈഡ് റൈസ് വേണമെന്നുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. അതിനേക്ക് ആദ്യം കൈ നീട്ട. എന്തായിരുന്നു നിനക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ടോ? പിടിച്ചോ. നോക്ക് എന്താ ഓർഡർ ചെയ്തെന്ന് ചോദിക്കുന്നില്ല അല്ലേ? ബിരിയാണി അല്ലേ? ഫ്രൈഡ് റൈസ് ഇട്ടേ സന്തോഷല്ലേ? നെക്സ്റ്റ് നമ്മൾ വടകര ജസ്റ്റ് ബേക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ചീക്കുവിൻ്റെ ഒരു ഇഷ്ട വിഭവമുണ്ട്. എന്താ പ്രിയ ഓർഡർ ചെയ്ത? വേഗം ചെയ്ത അതങ്ങോട്ട് ഓർഡർ ആക്കി. ഓക്കെ അപ്പം നമ്മൾ എത്തിയില്ലേ? എന്റെ ലുങ്ക് എടുത്തിട്ടാണ് മറിച്ചേക്കുന്നത്. മുട്ടുന്നുണ്ട്. എന്താ ചീക്കോ? എന്താ ഇവിടെ പ്രവേശനമില്ല? ഇവിടെ ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് സാധനമൊക്കെ സർപ്രൈസ് സാധനങ്ങളുള്ളതാ. വിട്ടോ വണ്ടി വിട്ടോ. ആ ഞങ്ങൾക്ക് പാക്ക് ചെയ്യാണ്ട്. ഓക്കെ അതെ, സമാധാനം ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇല്ല വിട്ടോ. എന്റെ ഇടയിലൂടെ ഇതാ ഇവിടെ ഒരു ബലൂണിന്റെ പാക്കറ്റ് കണ്ടുപോയിട്ടുണ്ട്. ഇന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇനി അങ്ങനെ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിൽ ഗിഫ്റ്റുകളും സാധനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം പാക്ക് ചെയ്യാനുള്ള നല്ല ഗിഫ്റ്റ് അങ്ങനെ കിട്ടണമെന്നാണ് ഉള്ള സർപ്രൈസ് ഗിഫ്റ്റുകൾ കിട്ടണമെന്നാണ് ഉള്ളത് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നായിട്ടല്ലേ? അപ്പൊ ഓരോരുത്തർക്ക് ഓരോ പേര്, അമ്മേന്റെ പറഞ്ഞതുണ്ട്, മമ്മേന്റെ എല്ലാവരും ഓരോന്നാക്കി നമ്മൾ മാറ്റിയിട്ട് പേര് എഴുതിയിട്ട് ഓരോരുത്തർക്ക് അവര് ഓരോരുത്തരായിട്ട് ഒക്കെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാം കംപ്ലീറ്റ് ഷെഡ്യൂൾ ചെയ്തോളാണ്. എല്ലാം സർപ്രൈസ് ആണ്. അതാണ് പ്രത്യേകത. അപ്പൊ അതങ്ങനെ സെറ്റ് ആകട്ടെ. ഗൈസ് ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ടാ? എന്താ പ്രിയ മുട്ടായി ഉണ്ടാക്കുന്നത്? ഭയങ്കര വിദഗ്ധമായിട്ടുള്ള പ്രിയന്റെ പാക്കിങ്. ചുരുട്ടി ഞാൻ നല്ല വൃത്തിയിൽ സ്ക്വയർ ആയിട്ട് എടുത്ത് വെച്ചത്. പ്രിയ തന്നെയല്ല ചോക്ലേറ്റാ ഓർഡർ ഇതുപോലെ അല്ലേ? എൻ്റെ എല്ലാം കണ്ടില്ലേ ഗൈസ്? ബോക്സ് ആക്കിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ഫേക്ക് നോട്ട്സ് ഉണ്ട്. ഇത് ചീക്കുന് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വാങ്ങിച്ചാണ്. അത് ഗിഫ്റ്റിൽ വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അമ്മയ്ക്ക് പാലിന്റെ പൈസ കൊടുക്കാനുണ്ട്. അമ്മേനെ പറ്റിക്കാം. അത് കൊടുക്കാൻ പറ്റിക്കപ്പെടുമോ അല്ലെ? ചെക്ക് ചെയ്ത് നോക്കാം. അമ്മേ ഒന്നുകൂടെ വരുമോ? നമ്മളിതാ ഗിഫ്റ്റും സാധനമൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കാം. അപ്പോ പിന്നെ നിങ്ങളെ പാലിന്റെ പൈസ എത്രയായിരുന്നു ഈ മാസത്തെ? ഫ്രീ ആയി കൊടുത്തേക്ക്. നമ്മൾ ഇതെടുക്കുന്നോണ്ട് വീഡിയോ എടുത്തേട്ടാ. ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ചീപ്പ് അറിയില്ല, വളരെ സർപ്രൈസ് ആയിട്ടുള്ള. നമ്മളിങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാം. എണ്ണ ആയിക്കളെ എന്നെ കറക്റ്റ് ഇല്ല. നാളെ അതിന് വിളിച്ചിട്ട് കുറവാന്നും പറയണ്ട. പാലിന്റെ പൈസ തന്നെ ഇനി വെറുതെ കണക്ക് വരണ്ട. 850 പാലിന്റെ പൈസ കൊടുത്തു. ഇനി കൂടുതൽ പൈസ വേണം എന്റെ കയ്യിലുണ്ട്. എന്താ റെഡി അല്ല? നിങ്ങളത് എണ്ണീക്ക് പൈസ നല്ലത് കടലാസോ? അതിൽ 500 ഒന്നും കാണുന്നില്ല നിങ്ങള്? 500 പേപ്പർ പോലെയാണ്. ഞങ്ങള് തന്നെ പൈസ അമ്മ കാണാതാക്കിട്ടാണ് പറയുന്നത്. പ്രിയ നമ്മൾ കൊടുത്തല്ലോ പൈസ. വേണമെങ്കിൽ ഇതാ എനിക്ക് 2000 വേണമെന്നല്ലേ? 2000 ഉണ്ട്, 10 ഉണ്ട്, എല്ലാം ഉണ്ട്. കയ്യില്ല പൈസ. അത് സത്യോ വേണ്ട. അപ്പൊ എല്ലാരും സാക്ഷിയാണ്. അമ്മയ്ക്ക് പാലിന്റെ പൈസ ഒന്നും വേണ്ടെന്ന് പറയുമ്പോ
അപ്പൊ ഈ മാസം കഴിഞ്ഞിട്ടമ്മ കാണണ്ട ഓടി വരും അവര് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ. നാളെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടണം അവിടെ കൊടുക്കാം. ഓക്കെ അപ്പമ്മയുടെ വക എന്തോ ഉണ്ട് മനസ്സിലായില്ലേ. അങ്ങനെ 12 മണി ഉണ്ടല്ലേ അറിയാം. ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കണം എന്നിട്ട് കുറേ നേരം കാത്തിരുന്ന് ഞാൻ ഉറങ്ങൂലെന്നല്ല പറഞ്ഞിട്ട് ഉറങ്ങിയ സമയത്ത് ഓഫ് വാങ്ങി നമ്മളെ ഗിഫ്റ്റുകളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മെല്ലെ ഒന്ന് വിളിക്കാം, എന്താവും അറിയില്ല. ചിലപ്പോൾ എണീക്ക് വരും. അപ്പം 2 കേക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ കേക്ക് കൊണ്ടുവരും, എണീക്ക് ചോക്കാം. ഗൈസ് ഇതാ നമ്മളിവിടെ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവള് കണ്ടിട്ടില്ല. ഇനി ചീക്കോ ചീക്കോ ചീക്കോസ് ഹലോ ബാ 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 ബാ. ഉറങ്ങിപ്പോയില്ലേ ഉറങ്ങൂരാന്നിന്റെ കാത്തു നിന്നല്ലേ. ഗൈസ് ഇവിടെ ഇപ്പൊ ടൈം കറക്റ്റ് ഇപ്പൊ 12:05 എന്നിട്ടും ഇത് നീച്ചിട്ട് വാ നീക്ക് സർപ്രൈസ് ദാ അപ്പ കേക്ക് കൊണ്ടുവരി. കേക്കുമായി ആളെത്തിയിട്ടുണ്ട്. നീച്ചോ അപ്പൊ എന്റെ ബർത്ത്ഡേ അപ്പന്റെ വകയും ഹാപ്പി ബർത്ത്ഡേ. ഇപ്പൊ 1 അരമണിക്കൂർ ഉണ്ടാവില്ലേ പ്രിയ ഉറങ്ങിയിട്ട്? കൊറേ നേരം അപ്പൊ കാത്തിരുന്നേ എനിക്ക് കേക്ക് കട്ട് ചെയ്യണം എന്നിട്ട്. അങ്ങനെ ഹസാൻ നീച്ചിട്ടുണ്ട്. ഓളന്റെ കയ്യും പൊട്ടുന്നുണ്ട്. ഓളന്റെ കേക്ക് കട്ട് ചെയ്യാൻ എത്ര ദിവസം. ഇന്ന് രാത്രിയാണ് എന്റെ ബർത്ത്ഡേ എന്നിട്ട് കാത്തിരിക്കുക. അന്ന് രാത്രി അവള് കറക്റ്റ് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്ത് കേക്കാ ചിക്കോ? ചോക്കോ പബ്ലി കേക്ക് ഒന്ന് കാണിക്കും. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവിടെ നേരിയ ഇഷ്ടം. ഹാപ്പി ബർത്ത്ഡേ ശ്രിയ. ആ തൊട്ടി ഇടക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ ഇടയിൽ. ഫോട്ടോ ഉണ്ടോ? എന്നാ പിന്നെ കേക്ക് മുറിക്കുക. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഒരാളെ കേക്കൊക്കെ നക്കി തിന്നാ ഇറങ്ങിയിട്ടുണ്ട്. മുറിച്ചൂടെ? ഒരു സപ്പോർട്ട് ഒക്കെ കുട്ടീൻ്റെ അടുത്ത്. ഹാപ്പി ബർത്ത്ഡേ ചീക്കോ. ആദ്യം അമ്മയ്ക്കാ. ഞാനിവിടെ ക്യാമറയും പിടിച്ചിട്ട് എനിക്ക് വരുന്നില്ല ഗൈസ്. സൂപ്പർ അപ്പാപ്പൻ അപ്പാ കമോൺ ബേബി. ഒന്നല്ലേ നിന്റെ കേക്കിന് വേണ്ടി 12 മണി വരെ കാത്തുനിന്ന് അപ്പൻ. നിന്റെ ഗിഫ്റ്റ്സ് കണ്ടില്ലേ അവിടെ? ഇപ്പൊ പൊടിക്കാൻ സമ്മതിക്കൂല. അവിടെ ചീക്കോന്റെ ഗിഫ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. നാളെ ടുമോറോ നിനക്ക് വേണ്ടി സെറ്റാക്കി ഇവിടെ വെച്ചതാ. രാവിലെ ആവും. അങ്ങനെ ചീക്കുവിന്റെ ബർത്ത്ഡേ ഏകദേശം 12 മണിന്റെ ബർത്ത്ഡേ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്റെ വക കേക്ക് കിട്ടിയില്ലല്ലോടി നിനക്ക്? പാവ പ്രിയക്കുട്ടിക്കും കൊടുക്കാം, 2 കുട്ടികൾക്ക്. അയ്യാ എന്നാ കത്തി നിനക്ക് വരിക്കട്ടെ. ബാക്കി ഫ്രിഡ്ജിൽ കൊണ്ടേക്കാം. എന്റെ മുഖത്തല്ലാക്കി ഗൈസ്. നീയല്ലേ ആദ്യം തുടങ്ങിയത്. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. നല്ല ഉറങ്ങിക്കോ. നാളെ നേരം മഞ്ഞ് വൈകുന്നേരം നമുക്ക് പരിപാടി അല്ല, ഈവനിങ് ആക്കും. ഒരു 6 മണിക്ക് ഒരു കുഞ്ഞി കേക്കും ഇതുപോലെ മുറിച്ചിട്ട്. വേറെ അല്ല, പ്രിയന്റെ അച്ഛനും അമ്മയും ഉണ്ടാവും, സിസ്റ്റർ ഉണ്ടാവും, നാളെ സിസ്റ്ററിനെല്ലാം ഉണ്ടാവും. അത്ര തന്നെ. ഭാവി ഉണ്ടാവും, പീലി ഉണ്ടാവും അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ വൈകിട്ട് ഒരു ഫുഡ്, ഒരു കേക്ക്. ആ ടൈമിലേക്ക് ഗിഫ്റ്റുകളെ പൊളിപ്പിക്കോളൂ. പൊളിപ്പിക്കോളൂ. കണ്ണങ്ങോട്ട് പോകണ്ട. അതിൽ മുട്ടായിയൊക്കെ പുറത്ത് കാണുന്നുണ്ട്. മറ്റേ ഗിഫ്റ്റുകൾ ഒന്നും കാണിച്ചിട്ടില്ല. അത് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കാണൂലല്ലോ. ഇനി ലാസ്റ്റ് ഓക്കെ.
ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. കുറച്ച് ലേറ്റായി ഇന്നലെ രാത്രി ഉറങ്ങി നീച്ചിട്ട്. ഒരാൾ ഇവിടെ നീച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? തുടങ്ങി. പ്രിയ സെറ്റാക്കണ്ട, പൊളിക്കണ്ട. എത്ര മണിയെ എണീക്കുമ്പോ സമയം പറയാതെ നല്ല നിൽക്കുന്നുണ്ട്. നമ്മളെ പിറന്നാള് കിട്ടി. പൊളിപ്പിക്കൂല, ഗിഫ്റ്റ് നോക്കി ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചുന്ദരിയാക്കുന്നുണ്ട് ചീക്കുവിനെ. എന്നിട്ട് ഫോട്ടോസ് എടുക്കണം പറയാം നമുക്ക്. ഇതന്നെ ഉപ്പായോ? മതി. ഓ, കുട്ടിക്ക് ഇഷ്ടമുള്ള പായസം തന്നിട്ട് ആദ്യം ഒരു പായസം ഇവിടെ എത്തിയിട്ടുണ്ട്. ചെറുപയർ പായസം. അവിടെ പാത്രം നിറയെ ആദ്യം ഇവിടെ ഒരു പായസം ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, ഇനിയിപ്പനി എന്ത് പായസം അടുത്ത പ്രിയ ഉണ്ടാക്കുന്ന? ഇപ്പൊ സേമിയ പായസം ഉണ്ടാകുന്നുണ്ട്. വാവ്, ഏതാ ഇഷ്ടം ചീക്കുവിന് നോക്കാറല്ലേ? പായസം നോക്കിയിരിക്കുന്ന ഒരാളെ കണ്ട ഇവിടെ. ക്ലാസ് ഉണ്ട് കയ്യില്? ഇല്ല. ഇവിടെ ഒരു പൂച്ച ഉണ്ടാവണ്ടല്ലോ, അതെവിടെ? പാൽപ്പാറല്ലേ? ഗൈസ്, അങ്ങനെ ഇതാ ഇവിടെ അലങ്കാര സാധനങ്ങൾ സെറ്റ് ചെയ്യേണ്ട തിരക്കിലായിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരം ആയില്ലേ പ്രിയ? പ്രിയ എന്തായാലും ആനക്കുട്ടീനൊക്കെ വീർപ്പിച്ചു. ഇന്ന് കാണിച്ചെടുത്ത് അതാണ് ടൈഗർ ഉണ്ട്, ആനക്കുട്ടിയുണ്ട്. ആനക്കുട്ടിയും ചീക്കോ മാച്ചാ ഗൈസ്. ഞാനും പുലിയും മാച്ച്. നമുക്കൊരു പാമ്പുണ്ട്, പാമ്പും ഇത് മാച്ചാ. ബലൂൺ വീർപ്പിക്കുന്ന ഒന്നാം താരം അമ്മ. എത്ര ബലൂൺ വീർപ്പിച്ച് എണ്ണിയാ? അടുത്ത പോലെ ചേച്ചിന്റെ എത്ര എണ്ണം വീർപ്പിച്ച്? 3 എണ്ണേ ഉള്ളു. അത് പറ്റൂലട്ടാ. അങ്ങനെ ഏകദേശം പണികൾ പൂർത്തിയാകുന്നുണ്ട്. പ്രിയ ഹാപ്പി ബർത്ത്ഡേ കത്തിക്കൊണ്ടിരിക്കുക. സ്പെല്ലിംഗ് അറിയോ? ഈശ്വര, എല്ലാ സ്പെല്ലിങ്ങും വാരി വെതറിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ അവസ്ഥ? ബലൂൺ വിദഗ്ധർ ബലൂൺ കഴിഞ്ഞാ? കുറച്ചും കൂടി ഇല്ല. ഓഹോ, തീർക്കുന്നില്ല. അയ്യോ, ശ്വാസം തീർന്നേ, ചേച്ചിയുടെ ശ്വാസം തീർന്നേ. അങ്ങനെ ഇതാ ഇവിടെ നമ്മളെ ആൾക്കാരിൽ എത്തിയിട്ടുണ്ട്. പീരി എത്തി. എവിടെ പിബി? ഇവിടെ 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 ബർത്ത്ഡേ ഒക്കെ വന്നിട്ട് പ്രൊജി ചെയ്യുന്നണ്ട. ഓള് ക്യാപ്പൊക്കെ എടുത്ത് വെച്ചിട്ട്, കുട്ടീന്റെ ക്യാപ്പ് എടുത്ത് വെച്ചിട്ട് ഓളെ ബർത്ത്ഡേക്ക് ഇടുന്നുണ്ട് തല വെച്ച്. ചീക്കോ, നിന്റെ ക്യാപ്പും ഉണ്ട്. പീലി പീലി അല്ല, പ്രജുല. ഇതാണ് ചീക്കുട്ടിയുടെ മേമ. ഒരേ ഒരു മേമ. നിങ്ങൾ എല്ലാരും ട്വിൻസാണോ ചോദിക്കുന്ന മുതലാണ് കേട്ടോ. ട്വിൻസാണോ? പ്രിയ അടുത്ത് തന്നെ ട്വിൻസിന്. പ്രിയ ഇവിടെ അട്ടത്തുള്ളത് ഗൈസ്. പ്രിയ എടി, ഇതെല്ലാം കൂടെ ബലൂണ് മാത്രാണല്ലോ, ഒന്നും കാണാനില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ കാണുന്നില്ല, ഫുൾ ബലൂണാ. ഈ സംഗതി നമ്മളെ കേക്കെല്ലാം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കേക്ക് മുറിക്കല്ല, കേക്ക് വെക്കുകയാണ്. കേക്ക് കണ്ട എടി, ഇതെല്ലാം കലങ്ങിപ്പോയി. അയ്യോ ഗായ്സ്, കേക്കിന്റെ പേര് കലങ്ങിപ്പോയി. ഓയോ, പോയി. ക്ഷീണം. വേറെ കേക്ക് അറേഞ്ച് ചെയ്യാം. കമോൺ ഫാസ്റ്റ്. പ്രജുല ഇപ്പൊ കേക്ക് വാങ്ങാൻ പോകാതിരിക്കും. ഇതാ എടുക്കുന്നേ. ഫ്ലൈറ്റ് വിളിക്കുന്നു, ഓടോ. ഓ, പണ്ട് തൊട്ടേ പ്രിയക്ക് 10 വീക്ക്നെസ്സാ. വെച്ചോ. യെസ്, 10 വയസ്സിന്റെ കേക്ക്. സൗണ്ട് ഇല്ല. ഓക്കെ,
വിരിയട്ടെ വിരിയട്ടെ വിരിയട്ടെ. ഓക്കെ എടി ഞാൻ വരാണ്ട് കേക്ക് മുറിക്കട്ടാ. എന്തോ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ എന്താ ഞാൻ പീപ്പിക്ക് ഇവിടെ കുഞ്ഞി വാവേണ്ട് ഇവിടെ നമ്മളെ. ഇഷ്ടായാ ഇഷ്ടായാ? പീലിയുടെ ഗിഫ്റ്റ് എടുത്തോളൂ. എന്നിട്ട് കേക്ക് വിതരണം നടത്താം. എന്നാ പറയാ? അയ്യോ ബായ് ഒന്നപ്പം അതെടുത്തരോ. അതല്ല ബാക്കത്ത് ഗായ്. അപ്പൊ ഒരു അടിപൊളി ഗിഫ്റ്റ് ചീക്കൂന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. കൈ തുറക്കി കൈ തുറച്ചിട്ട് തുറക്ക്. ഓള് സർപ്രൈസ് ആയിട്ടുള്ള സാധനം ഇരുന്ന് സർപ്രൈസ് ആണ് സാധനം. തുറന്നോ? ഓപ്പൺ. പൊളിച്ചോ പൊളിച്ചോ. എന്നിട്ടോ വേണ്ടോ തിന്നോ? എടുത്തി കളി. ഇതാണ് ഗൈസ് ടാസ്ക് ആയിട്ട് ചീക്കുവിന് പൊളിക്കാനുള്ള. അമ്മ മുഖം എടുക്കണേ ചീക്കുവിന്റെ പൊളിച്ചു വരുമ്പോ. എന്താണ് 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 എന്താ അയ്യടാ മുഖം നോക്കട്ടെ. എന്നൊരു ഫോട്ടോ എടുത്തോ. ഒക്കെ തുറക്ക്. ഇവിടെ നടന്നോ? തന്നെതാ. സെൽഫി എടുക്കാണ്. ഇതാ ഞങ്ങളുടെ ഫോട്ടോ വരുന്നത്. ഇതാ ഞാൻ കണ്ടിട്ടില്ല എന്താ കോലെന്നുള്ളത്. ഫസ്റ്റ് സെൽഫി. ചീക്കുട്ടിക്ക് എല്ലാരും കേക്ക് ഓരോരോ കഷ്ണം കൊടുക്കുന്നുണ്ട്. അതിൽ പീലിയും കഴിക്കുന്നുണ്ട്. എല്ലാരും ഉമ്മയും കേക്കും ഒന്നും പറയണ്ട. ഓളാണ് തിന്നു മടുത്തുന്നോ. എല്ലാരും ഇങ്ങോട്ടും കൊടുക്കും അങ്ങോട്ടും കൊടുക്കും ഒന്നും പറയണ്ട. അതങ്ങനെ കഴിഞ്ഞു. ആ പീലിക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, കൊടുത്തോളൂ. ഇതാ ചേച്ചിക്കുട്ടിയുടെ വകതാ അനിയത്തിക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ്. തുറന്നു നോക്ക്. എന്താ പീലി തുറന്നോയിക്കോ. തന്നേക്ക തന്നേക്ക തന്നേക്ക. പീലിക്ക് ഇഷ്ടമുള്ളതാണോ നോക്ക്. വേഗം പിടിച്ചു വേഗം പിടിച്ചു. അയ്യോ എന്താ ഇഷ്ടായാ? എന്താ ചാനത്? എന്താ അത്? എന്താ പറ പേര് പറ. കളറ് ഇടൂലേ? ഹാപ്പി അപ്പൊ പറ ഹാപ്പി ബർത്ത്ഡേ പറ. അങ്ങനെയാണെങ്കില് അടിപൊളി. നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്നത് പ്രജുല MBA അളവിൽ എടുത്തിട്ടാണ് നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യുന്നത്. എത്ര ഇഞ്ച് സ്ക്വയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ? 2.5. ഓ യാസ് കറക്റ്റ് ആയിരിക്കും അല്ലേ? ആദ്യമേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം പിടിച്ചു. അമ്മ ഭക്ഷണം കഴിക്കാൻ നേരം കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞു അല്ലേ? രണ്ടാമത്തെ ആളും ഇവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മള് ഫുഡിന്റെ സമയമായി. ഇന്ന് പിറന്നാളുട്ടിനെയാണ് ഇവിടെ ഫുഡ് വിളമ്പുന്നത്. നമ്മളെ ബിരിയാണി പീടികയിലെ ബിരിയാണി അല്ലേ ചീക്കോ? വാ നല്ല ഭംഗി വിളമ്പിട്ടില്ലേ? ഓക്കെ മുട്ടിക്കോ. കുട്ടിയാണ് അടിപൊളിയായിട്ട് മുട്ടിയത് ഗൈസ്. ആരാ മുട്ടിയത്?
കമന്റ് ഇടണം, ആരാ ബിരിയാണി കറക്റ്റ് കൂട്ടിയത് എന്തായാലും കമന്റ് ഇടണം. ചീക്കു ആണോ ചീക്കുവിന്റെ മേമയാണോ എന്നുള്ളത്. അതെ അതെ, ഇതാണ് പാറു മുട്ടിയത്, പ്രജു. ഇത് ചീക്കു മുട്ടിയത്. ആ ഗൈസ്, അങ്ങനെ പായസം വിളമ്പുന്ന ചടങ്ങിലോട്ട് എത്തി. 2 നാത്തൂന്മാരും കൂടി വിളമ്പുന്നുണ്ട്. കള്ളപ്പണി എടുക്കുന്നത് എന്തായാലും. ഫുള്ള് വാരുന്നില്ല കണ്ടാ. അതാ ഫുള്ളും വരാത്ത അങ്ങനെ. ഓക്കെ, അപ്പൊ പാൽപ്പായസം ഉണ്ട്. അടപ്രഥമനാ, ചെറുപയർ പായസം. 2 പായസം ഇവിടെ സെറ്റാക്കിണ്ട്. ഇത് എന്റെ വകുപ്പാണ്. ഞാൻ ക്യാമറ പിടിച്ചോട്ട് വിടാ. എന്റെ ഫുഡ്സ് കട്ടിങ്സ്. ആ പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. പ്രിയ പെണ്ണിന് ഇഷ്ടാവോ നോക്കാം. പൊട്ടപ്പെട്ടെ അവിടെ പെണ്ണിന് ഇഷ്ടായ പെണ്ണ് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് 2 പായസങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അടിച്ചു മാറുകയാണ്. ഇഷ്ടായോ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയാ? ചീക്കു ലെഗ് പീസാ. രജു എന്താ അവസ്ഥ? ചെറിയ കഷ്ണായിപ്പോ. അമ്മ വലിയ കഷ്ണം ഇട്ട് കൊടുക്കമ്മേ. ഫുഡ് കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഫ്രീക്ക് രണ്ടാമത്തെ ട്രിപ്പാണ്. വാ പൊന്നിങ്ങോട്ട് വാ. പിറന്നാളായിരിക്കും ഒരു വായ കൊടുക്കണ്ടേ നമുക്ക്. അവള് കഴിച്ചു, നീ കഴിച്ചിട്ടല്ലേ നേരത്തെ? തരി കഴിച്ചോ. തരി. ഫുഡ് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ലല്ലോ. ബിരിയാണി അല്ലേ ചേച്ചാ? നമുക്ക് ഇവിടെ ബിരിയാണി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ പൊറാട്ട ഉണ്ട്. എന്താ പറയാ, നൂൽപൂട്ട് ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. അതാ എനിക്ക് മുട്ട കിട്ടിയില്ല. എനിക്ക് മുട്ടയുണ്ട്. പിന്നെ പ്രിയാന്റെ മുട്ട ഞാൻ അടിച്ചു മാറ്റും. അപ്പൊ പിന്നെ പ്രിയാന്റെ മുട്ട ഞാൻ അടിച്ചു മാറ്റുന്നുണ്ട്. ഇവിടെ ആള് പായസം കുടിക്കുന്ന നോക്ക്. പ്രജു ഉണ്ട്, കാവ്യുണ്ട്. അയ്യോ എന്നെ എടുക്കല്ലേ. ആഹാ, അങ്ങനത്തെ ചേച്ചിക്കുട്ടിക്ക് അനിയത്തിക്കുട്ടിയുടെ വക ഒരു ഗിഫ്റ്റ് കിട്ടിയല്ലോ. പിന്നെ ഇതാ ഗിഫ്റ്റ് കിട്ടിയ ക്യാമറയുമായി ചീക്കു ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അപ്പൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്തു. അത് പ്രിൻ്റ് ഔട്ട് എടുത്തു കൊടുത്തു. അപ്പം ശരിക്കും കണ്ടിട്ട് എക്സൈറ്റഡ് ആയി. അതുപോലെ ഞങ്ങളത് ഒന്നെടുത്തു, അമ്മ എടുത്തു. അത് അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നെക്സ്റ്റ് പ്രോഗ്രാം ഗിഫ്റ്റുകൾ ഓപ്പൺ ചെയ്യലാണ്. ഓപ്പൺ ചെയ്തോക്കല്ലേ ചീക്കു? ചീക്കു ഓപ്പൺ ചെയ്യില്ലേ? സർപ്രൈസ് ഗിഫ്റ്റിനില്ലേ? എന്റെ ഗിഫ്റ്റ് അമ്മ പൊളിക്കുന്നു. ഗായ്സ് നമുക്ക് തുറന്നിട്ടിട്ടുണ്ട്. ഒരു ചോപ്പ് പുതിയാണ്. ശരിക്കും ചീക്കു ഓരോ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ഓരോ എക്സ്പ്രഷൻ കാണാൻ പ്രത്യേക രസമായിരുന്നു കേട്ടോ. അതിനിടയിലാണ് അവൾക്ക് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറി കൊണ്ട് കൊടുത്തത്. അത് ഒരു അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് ആയിരുന്നു ചീക്കുവിന്. അവളെന്നെ എക്സ്പെക്ട് ചെയ്യാത്തതായിട്ടുള്ള ഗിഫ്റ്റുകളും കിട്ടിയെന്നാണ് അവള് പറഞ്ഞത്. എന്തായാലും അവള് ഹാപ്പി ആയത് തന്നെ ഞങ്ങൾ ഹാപ്പി. ഇഷ്ടപ്പെട്ട് വലിയ ഗുഹ. സുഭാഷേ വിളിച്ച് കയറും കൊണ്ട് പോണ്ട വരും. ഈ സാധനങ്ങൾ നോക്കിയാലേ വേണ്ട. പെൻ നല്ല രസമുണ്ട്. മറ്റേ എഴുതിയിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് ഞാൻ അപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് ചീത്ത വെക്കൂല ഗൈസ്. ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറിച്ചേക്കാം. ഒരു സലോ ടാപ്പ്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇത് എല്ലാം മൈ ഫേവറേറ്റ് മിഠായിയാണ് ഗൈസ്. ഇതും എനിക്ക് ഫേവറേറ്റാ. കല്ല് ഗൈസ്, കല്ല് ഗൈസ്, മറ്റേ മാർബിൾ.
ബബിൾ ഗം സോറി ഫെവിഗം. അത് അമ്മ അധികം സംസാരിക്കുമ്പോ അതന്നെ വായ ഇങ്ങനെ തെച്ചില്ല. ലിഫ്റ്റിന്റെ മേലെ അമ്മയ്ക്ക് കൊടുക്കുന്നു. പുളിമുട്ടായി ഈ കുഞ്ഞെടുക്കാം കേട്ടോ. ഓ ബബിളി, എന്റെ ഇഷ്ടപ്പെട്ട ബബിളി മുട്ടായി ഗൈസ്. ഞാനത് തോന്നുന്നു നല്ല വൃത്തിയിലാരോ പോയി തിന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. ഓ വൃത്തിയിൽ പൊതിഞ്ഞോണ്ടേക്ക് ഇങ്ങനെ പൊളിച്ചിട്ടുണ്ടാവും അല്ലേ. ലാസ്റ്റ് ഹാപ്പി. ബൈ ബൈ. അപ്പോ ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഒരു കിസ്സൊക്കെ കിട്ടി. എന്നാ വിട്ടോളൂ. ബൈ ബൈ. അപ്പൊ ഗൈസ് അങ്ങനെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും ഇവിടെ യാത്ര അയച്ച് എല്ലാരും പറഞ്ഞയച്ചില്ല. ഇനി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഉറങ്ങണം. നല്ലൊരു ഉറക്കം. ബൈ. അടുത്തൊരു വ്ളോഗുമായിട്ട് വേർപ്പിക്കാൻ വേണ്ടി വീണ്ടും പ്രിയ സനു പ്രിയ വരും. ബൈ. ചീക്കൊരു ബൈ പറയാൻ വരൂ.